ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മുഖ്യമന്ത്രിയുമായി ചർച്ചയ്ക്ക് വഴിയൊരുക്കാമെന്ന് ഉറപ്പ്. ക്ലിഫ് ഹൌസിലെ സമരം അവസാനിപ്പിച്ച് ആശമാർ. ക്ലിഫ് ഹൌസിലെ പ്രതിഷേധം അവസാനിപ്പിച്ച് ആശാ വർക്കേഴ്സ് മുഖ്യമന്ത്രിയുമായി ചർച്ചയ്ക്ക് സാഹചര്യം ഒരുക്കിത്തരാമെന്ന് ഉറപ്പ് ലഭിച്ചതായി സമരസമിതി നേതാവ് വി കെ സദാനന്ദൻ പറഞ്ഞു. അറസ്റ്റ് ചെയ്ത 19 പേരെ വിട്ടയക്കുമെന്നും ഉറപ്പ് ലഭിച്ചു. അതേസമയം സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമരം തുടരും. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിന് മുൻപിൽ ആശാ വർക്കേഴ്സ് നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായി. പോലീസിന്റെ ബലപ്രയോഗത്തിൽ പരിക്കേറ്റെന്ന് ആശാപ്രവർത്തകർ ആരോപിച്ചു. നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആഹ്വാനം ചെയ്തു. സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമരത്തിന്റെ 256-ാം ദിവസമാണ് ക്ലിഫ് ഹൌസിലേക്കുള്ള പ്രതിഷേധ മാർച്ച്. ബാരിക്കേഡ് വച്ച് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും മുഖ്യമന്ത്രിയെ കാണാതെ പിരിഞ്ഞു പോകില്ലെന്ന നിലപാടിലായിരുന്നു പ്രവർത്തകർ. പ്രതിഷേധം 5 മണിക്കൂർ പിന്നിട്ടപ്പോൾ പോലീസെത്തി മൈക്കും ജനറേറ്ററും പിടിച്ചെടുത്തത് സംഘർഷത്തിനിടയാക്കി. സംഘർഷത്തിൽ പോലീസിനും പ്രവർത്തകർക്കും പരിക്കേറ്റു. പിന്നാലെ എല്ലാ ജില്ലകളിലും പ്രതിഷേധത്തിന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആഹ്വാനം ചെയ്തു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ധനസഹായം നൽകും. മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ധനസഹായം അനുവദിക്കുവാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ദുരിതബാധിതരെ കണ്ടെത്തുന്നതിനായി 2017 നടത്തിയ ആദ്യഘട്ട മെഡിക്കൽ പരിശോധനയുടെയും ഫീൽഡ് തല പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ പ്രാഥമിക ലിസ്റ്റിൽ ഉൾപ്പെട്ടതും പിന്നീട് അന്തിമ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതുമായ 1031 പേരിൽ അർഹതപ്പെട്ടവർക്ക് ധനസഹായം നൽകും. ഇതിനുള്ള അനുമതി മന്ത്രിസഭായോഗം ജില്ലാ കളക്ടർക്ക് നൽകി. ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരായ 1031 പേരെ കാസർഗോഡ് വികസന പാക്കേജിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി സഹായം അനുവദിക്കുവാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നാവശ്യപ്പെട്ട് സമരം നടന്നുവരികയായിരുന്നു. 2024 ജൂലൈ 10 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചത് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കലക്ടറേറ്റിൽ സമരം നടന്നത്. മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചത് നടപ്പിലാക്കേണ്ടത് കലക്ടറാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപനം നടത്തി 1 വർഷത്തിലേറെയായിട്ടും ദുരിതബാധിതർക്ക് ഒരു ആനുകൂല്യവും ഇതുവരെ കിട്ടിയില്ലെന്നും സമരക്കാർ ആരോപിച്ചു. ശബരിമല സ്വർണമല്ല രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം. സാധാരണക്കാരുടെ നീറുന്ന പ്രശ്നങ്ങൾ വേറെയുണ്ട്. വാസവൻ നല്ല മന്ത്രി വെള്ളാപ്പള്ളി നടേശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെയെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സകല ദേവസ്വം ബോർഡുകളും പിരിച്ചുവിടണം. ഇക്കാര്യം സർക്കാരിനെതിരെ തിരിച്ചുവിടുന്നത് എന്തിനാണ്? ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം തികച്ചും രാഷ്ട്രീയമാണ്. മന്ത്രിയും സർക്കാരും എന്തിന് രാജിവെക്കണം? ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കട്ടെ. കാട്ടിലെ തടി തേവരുടെ ആന എന്ന സ്ഥിതിയാണിപ്പോൾ. ശബരിമലയിലെ സ്വർണമല്ല രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം. സാധാരണക്കാരുടെ നീറുന്ന പ്രശ്നങ്ങൾ വേറെയുണ്ട്. രാഷ്ട്രീയക്കാർ അതൊന്നും കാണുന്നില്ല. തിരഞ്ഞെടുപ്പിൽ വോട്ടാക്കാനുള്ള രാഷ്ട്രീയ അടവ് നയമാണ് പാർട്ടികൾക്ക്. ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നതിനോട് യോജിപ്പില്ല. കടപ്പുറത്ത് പോയി കാള കുത്തിയതിന് വീട്ടിൽ വന്ന് അമ്മയെ തല്ലരുത്. കോടതി എല്ലാം കണ്ടുപിടിക്കും. പുണ്യാളന്മാരൊക്കെ പാപികളാണെന്ന് തെളിയട്ടെ. വാസവൻ നല്ല മന്ത്രി. 3 വകുപ്പ് നല്ലപോലെ കൈകാര്യം ചെയ്യുന്നു. അഴിമതിയില്ലാത്ത മന്ത്രിയാണ് വാസവൻ. സതീശൻ കിടന്ന് നിലവിളിക്കുന്നു. പ്രതിപക്ഷത്തിന് വേറെ പണിയൊന്നുമില്ല. പ്രതിപക്ഷ നേതാവിന്റെ കൂടെ ഇപ്പോൾ ആരുമില്ലെന്ന അവസ്ഥയെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോ ശരിക്കും ഗാസയിലെ കുട്ടികളെ സഹായിച്ചോ? വാദപ്രതിവാദങ്ങളുമായി സോഷ്യൽ മീഡിയ. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലുമായുള്ള 2 വർഷം പിന്നിട്ട സംഘർഷത്തിൽ ഏകദേശം 70,000 പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. ഇസ്രായേൽ അധിനിവേശത്തിൽ ഏറ്റവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നത് കുട്ടികളാണ്. യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന കുട്ടികളുടെ ദയനീയ കാഴ്ചകളിൽ ലോകം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ പല വഴിയിൽ നിന്നായി പലസ്തീനിലേക്ക് ഭക്ഷണമായും പണമായും എല്ലാം സഹായം ഒഴുകുന്നുണ്ട്. ഇതിനിടെയാണ് പോർച്ചുഗീസ് ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ പലസ്തീനിലെ കുട്ടികൾക്കായി $2 മില്യൺ സംഭാവന ചെയ്തതായി സാമൂഹിക മാധ്യമങ്ങൾ വഴി വിവരങ്ങൾ വരുന്നത്. ഇത് അതിവേഗം പങ്കുവയ്ക്കപ്പെട്ടതോടെ ഇക്കാര്യങ്ങളുടെ നിജസ്ഥിതിയും അന്വേഷിക്കുകയാണ് സാമൂഹിക മാധ്യമ ഉപയോക്താക്കളിൽ ചിലർ. $2 മില്യൺ ഏകദേശം 17 കോടിയിലധികം ഇന്ത്യൻ രൂപ പലസ്തീനിലേക്ക് നൽകിയെന്ന കാര്യം റൊണാൾഡോ ഇതുവരെ തന്റെ സാമൂഹിക മാധ്യമ അക്കൌണ്ടിലൂടെ സ്ഥിരീകരിച്ചിട്ടില്ല. അദ്ദേഹം അത്തരം അവകാശവാദങ്ങളൊന്നും നടത്താതിരിക്കെ പലസ്തീൻ കുട്ടികളെ സഹായിച്ചുവെന്ന വിവരം ഫേക്കാണ് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. എങ്കിലും പലസ്തീനിലേക്കുള്ള ഇസ്രായേലിന്റെ കാടുകയറ്റത്തിനെതിരെ കൃത്യമായ നിലപാട് ക്രിസ്ത്യാനോ റൊണാൾഡോ എടുത്തിട്ടുണ്ട്.
ദമാം മലപ്പുറം പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് അൽ റവാദ് വളാഞ്ചേരി ജേതാക്കളായി. ക്രിക്കറ്റിനെയും ചാരിറ്റിയെയും സമന്വയിപ്പിച്ചുകൊണ്ട് ദമാം മലപ്പുറം ക്രിക്കറ്റ് കൂട്ടായ്മ സംഘടിപ്പിച്ച MPL ക്രിക്കറ്റ് സീസൺ 6-ൽ അൽ റവാദ് വളാഞ്ചേരി ചാമ്പ്യന്മാരായി. ദമാം കാനൂക്ക് ഗ്രൌണ്ടിൽ നടന്ന കലാശ പോരാട്ടത്തിൽ UIC കോഡൂരിനെ പരാജയപ്പെടുത്തിയാണ് അൽ റവാദ് ചാമ്പ്യന്മാരായത്. മലപ്പുറം ജില്ലയിലെ പ്രമുഖ താരങ്ങളടക്കം 200ഓളം കളിക്കാർ പങ്കെടുത്ത ടൂർണമെന്റിൽ വിവിധ ഫ്രാഞ്ചൈസികളിലായി 12 ടീമുകൾ മാറ്റുരച്ചു. സൌദിയിലെ പ്രമുഖ ഇൻഡസ്ട്രിയൽ സ്ഥാപനമായ യൂണിവേഴ്സൽ ഇൻസ്പെക്ഷൻ കമ്പനിയാണ് ടൂർണമെന്റിന്റെ മുഖ്യ പ്രായോജകർ. UIC ദമാം ബ്രാഞ്ച് മാനേജർ റോബിൻ, ട്രെന്റി ഇന്റീരിയർ മാനേജിംഗ് ഡയറക്ടർ ഹനീഫ, അബീർ മെഡിക്കൽ സെന്റർ പ്രതിനിധി അനീഷ് എന്നിവർ ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളായി. ടൂർണമെന്റിന്റെ ഏറ്റവും മികച്ച താരമായും ബാറ്ററായും അൽ റവാദിന്റെ റാഷിദ് മുഹമ്മദ്, മികച്ച ബൌളറായും അൽ റവാദിന്റെ തന്നെ ജനു ജനാർദ്ദനൻ, മികച്ച ഫീൽഡറായും ടൈറ്റൻസിന്റെ മൻസൂർ, മികച്ച വിക്കറ്റ് കീപ്പറായും UICയുടെ സഹദ് സനീബർ എന്നിവരെ തിരഞ്ഞെടുത്തു. ചേസേഴ്സ് 11 നിലമ്പൂറാണ് ടൂർണമെന്റിലെ ഫെയർ പ്ലേ അവാർഡിന് അർഹരായത്. സമാപന ചടങ്ങിൽ യൂണിവേഴ്സൽ ഇൻസ്പെക്ഷൻ കമ്പനി മാനേജിംഗ് ഡയറക്ടറും ഗിന്നസ് റെക്കോർഡ് ജേതാവുമായ ബദറുദ്ദീൻ അബ്ദുൾ മജീദ് മുഖ്യാതിഥിയായി ട്രോഫികൾ സമ്മാനിച്ചു. പ്രസിഡന്റ് നജുമുസ്മാൻ ഐക്കരപ്പടി അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ സഹീർ മജുദാൽ സ്വാഗതവും കോർഡിനേറ്റർ ഷുഹൈബ് പെരിന്തൽമണ്ണ നന്ദിയും പറഞ്ഞു. മലപ്പുറം ക്രിക്കറ്റ് കൂട്ടായ്മ ചെയർമാൻ സലീം പി കരീം, രക്ഷാധികാരി രജീഷ് മലപ്പുറം, ജനറൽ സെക്രട്ടറി യൂനുസ് വളാഞ്ചേരി, ട്രഷറർ റിഷാദ് പൊന്നാനി, സാബിദ് ചിറക്കൽ, ഇംതിയാസ്, ജാഫർ ചേളാരി, യൂസഫ് മലപ്പുറം, മഹ്ഷൂഖ് റഹ്മാൻ, റംഷാദ്, ഷജീർ, അജ്മൽ, അബ്ഷാദ്, മുസമ്മിൽ എന്നിവർ നേതൃത്വം നൽകി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. PM ശ്രീ നിലപാട് കടുപ്പിച്ച് CPI, പ്രതിരോധം തീർക്കുവാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തും. PM ശ്രീ പദ്ധതിക്കെതിരെ CPIയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും എതിർപ്പുകളുമായി രംഗത്തെത്തിയതോടെ പ്രതിരോധത്തിലായി CPIയും. ഇടതു നയങ്ങളിൽ വെള്ളം ചേർക്കുവാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് CPI. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ സാമ്പത്തിക ഭീഷണി മുഴക്കി അടിച്ചേൽപ്പിക്കുന്ന PM ശ്രീ പദ്ധതി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നിലപാട്. ഇടതു നയം പിന്തുടരുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തും CPIയും PM ശ്രീ പദ്ധതിക്കെതിരെ പരസ്യമായി രംഗത്തുവന്നത് CPIഎമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. CPI എതിർപ്പുമായി എത്തിയതോടെ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ LDFനുള്ളിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. PM ശ്രീ പദ്ധതി നടപ്പാക്കുവാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ലെന്ന വ്യക്തമായ നിലപാടാണ് ഇന്ന് ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം PM ശ്രീയിലുള്ള അഭിപ്രായ ഭിന്നത മാധ്യമങ്ങളുമായി പങ്കുവച്ചതും ഇടത് കേന്ദ്രങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. CPIയെക്കുറിച്ചുള്ള CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാടും CPI നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. എന്ത് CPI എന്ന MV ഗോവിന്ദന്റെ ചോദ്യം അരാഷ്ട്രീയമാണെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ആരോപണം. അദ്ദേഹം അങ്ങനെ പറയുവാൻ സാധ്യതയില്ലെന്നും അങ്ങനെ പറഞ്ഞെങ്കിൽ അത് അരാഷ്ട്രീയമാണ് എന്നുമായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. പിണറായിക്ക് അയച്ചതെന്ന് പറഞ്ഞ് അസഭ്യ കവിത പ്രചരിക്കുന്നു, സൈബർ പോലീസ് ശ്രദ്ധിക്കുക. G സുധാകരൻ തന്റെ പേരിൽ വ്യാജ അസഭ്യ കവിത പ്രചരിക്കുന്നതായി മുതിർന്ന CPIM നേതാവ് G സുധാകരൻ. ഇത് തന്നെ അപമാനിക്കുവാൻ വേണ്ടിയാണെന്നും സൈബർ പോലീസ് ഇത് ശ്രദ്ധിക്കണമെന്നും സുധാകരൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന് താനയച്ച കവിത എന്ന പേരിലാണ് ഇത് പ്രചരിക്കുന്നത്. കോഴിക്കോടുള്ള ഒരു സുഹൃത്താണ് അവരുടെ ഗ്രൂപ്പിൽ കവിത വന്നതായി തന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതെന്നും G സുധാകരൻ വ്യക്തമാക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.